എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമുക്ക് ഒട്ടും തന്നെ മടുപ്പില്ലാതെ എത്ര വേണേലും കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള റവ കേസരിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യണം. മാത്രമല്ല തൊട്ടടുത്താണ് കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എന്നെ ചെയ്തേക്കണം. അപ്പോൾ നമ്മുടെ റവ കേസരി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കേസരിയിലോട്ട് ചേർക്കാനുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അണ്ടിപ്പരിപ്പിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായി മാറി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കിസ്മിസും കൂടെ ചേർത്ത് രണ്ടും നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ആ പാനിൽ തന്നെ വീണ്ടും 1 ടീസ്പൂൺ നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ റവ ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണ്. ഞാൻ 1 കപ്പ് റവയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ റവയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അധിക സമയം ഒന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഭയങ്കര ബ്രൗൺ കളറൊന്നും ആയി മാറരുത്. നമ്മളുടെ റവയുടെ കളറൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറിയ ഒരു ഗോൾഡൻ കളർ പോലെ വന്നാൽ മതി. നല്ലൊരു മണം വരും. ആ ഒരു നേരം മാത്രം മതിയാകും ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മളുടെ റവയൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതാ ഏകദേശം ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മാത്രം മതിയാകും. അപ്പോൾ ഈ നേരത്തെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെക്കാം. കാരണം ഓൾറെഡി പാനിന് ചൂടുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ റവയൊക്കെ ഫ്രൈ ആയതിനു ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ റവ വേവിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 3.5 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ വെള്ളത്തിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 60 ml സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അത് ഫുള്ളായിട്ട് ഈ വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 60 ml നെയ്യും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് ഇപ്പം നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നില്ല. 60 ml പകുതി നെയ്യാണ് നമ്മളിപ്പം ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പകുതി നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ വെള്ളം നല്ല രീതിയിൽ തിളച്ച് വരണം. പിന്നെ ഞാൻ ഒരു പൊടിക്ക് കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. യെല്ലോ ഫുഡ് കളറാണ് ചേർക്കുന്നത്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്താലും മതിയാകും. അപ്പോൾ ഈ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം. റവ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കട്ട കെട്ടാതെ സൂക്ഷിക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ റവ വെള്ളമൊക്കെ വലിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. ഒരു 2 മിനിറ്റ് നേരം മാത്രം മതിയാകും. ആ റവ ഒന്ന് വെന്ത് കിട്ടണം, അത്ര മാത്രം മതി. അപ്പോൾ 2 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ റവയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് മനസ്സിലാകും നന്നായിട്ട് റവ വെന്ത് വന്നിട്ടുണ്ട്. ആ വെള്ളമൊക്കെ നന്നായിട്ട് വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മധുരം വേണമെങ്കിൽ 1.25 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ആവശ്യത്തിനുള്ള മധുരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് നമുക്ക് ചെടിക്കാതെ കഴിക്കാൻ പറ്റും. അപ്പോൾ 1 കപ്പ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പഞ്ചസാരയെല്ലാം നന്നായിട്ട് അലത്ത് കുറച്ച് വെള്ളം പോലെ ആയി വരും. അപ്പോൾ മധുരത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിൽ മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് 1.25 കപ്പ് പഞ്ചസാര വരെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലുത്ത് വരുന്ന നേരത്തെ നമുക്ക് പൊടിക്ക് ഒരു ശകലം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ നന്നായിട്ടൊന്ന് ലിക്വിഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത് ആ പഞ്ചസാരയുടെ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റി വരണം. ആ ഒരു സമയത്ത് നമ്മളിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നെയ്യുടെ പകുതിയും കൂടെ, അതായത് പകുതി നെയ്യാണ് നമ്മൾ വീണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്കിപ്പം സൺഫ്ലവർ ഓയിലിന് പകരം നെയ്യ് മാത്രം മതിയെന്നുണ്ടെങ്കിൽ നെയ്യ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതാകുമ്പോൾ നമുക്ക് അധികം മടുപ്പില്ലാതെ കഴിക്കാൻ പറ്റും ഈ ഒരു രീതിയിൽ ആയി ചെയ്തെടുക്കുമ്പം. അല്ലെങ്കിൽ ഭയങ്കര നെയ്യുടെ ആ ഒരു ഫ്ലേവർ ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മുടെ നെയ്യൊക്കെ നന്നായിട്ട് ആ റവ ഒന്ന് വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ചേർത്ത് എല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ആ ഏലക്കാപ്പൊടിയൊക്കെ എല്ലായിടും ഒന്ന് മിക്സായി വരണം.
ഇപ്പം നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്ത നെയ്യൊക്കെ നന്നായിട്ട് ആ റവ വലിച്ചെടുത്ത് നല്ല രീതിയിൽ പാത്രത്തിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരുന്നുണ്ട്. ഈ ഒരു പരുവം ആകുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും നമ്മൾ ബാലൻസ് വെച്ചിരിക്കുന്ന ബാക്കി നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ മൊത്തത്തിൽ 60 ml നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ നെയ്യെല്ലാം വീണ്ടും നമ്മുടെ റവ നന്നായിട്ട് അബ്സോർബ് ചെയ്ത് വരണം. അപ്പോൾ ആ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫ് ചെയ്യാനാകും. അപ്പോൾ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ ആ പാനിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി ഇത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള ബൗളിലോ എങ്ങനെ വേണേലും വെക്കാം. അപ്പോൾ ആ രീതിയിൽ വെച്ചിട്ട് നന്നായിട്ട് തണുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മുറിച്ച് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം, അല്ലാണ്ട് കോരി കഴിക്കണമെങ്കിൽ അങ്ങനെ വേണേലും കഴിക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന നേരത്തെ അധികം ഒന്നും ആ നെയ്യുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാതെ നമുക്ക് അധികം ഒന്നും മടുക്കത്തില്ല, നല്ല രീതിയിൽ തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിരിക്കും, നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും, ഒട്ടും തന്നെ മടുപ്പ് തോന്നത്തില്ല, എത്ര വേണേലും നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കും. അപ്പം തയ്യാറാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ മറക്കാതെ അറിയിക്കുക. ഇന്നത്തെ നമ്മുടെ കേസരി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം ഒരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.